നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ കാണാപ്പുറങ്ങൾ തേടി പ്രണവത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ സുഭാഷ് ചന്ദ്ര അവർകളാണ്. അദ്ദേഹത്തെ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ഗണപതി ഹോമം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലും ചെയ്യാവുന്നതിനെ പറ്റിയിട്ട്, അത് എങ്ങനെയാണ് ചെയ്യുന്ന രീതികളെ പറ്റിയിട്ടൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യാമോ എന്നതിനൊക്കെ പറ്റിയിട്ടുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം, സാറിനോട് ചോദിച്ചറിയാം. അപ്പോൾ സാർ അതിനെ പറ്റിയിട്ടൊന്ന് നമുക്ക് സ്വയം ഭവനങ്ങളിൽ ഗണപതി ഹോമം ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ യൂട്യൂബൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് പഴയ എപ്പിസോഡുകളൊക്കെ നോക്കാൻ സാധിക്കും. അല്ലാത്ത ടി വി പ്രേക്ഷകർക്കാണെങ്കിൽ അവർ കേൾക്കാതെ ഇപ്പോൾ കുറേ പേരിങ്ങനെ പുതിയ പ്രേക്ഷകർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക്, അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഹൈന്ദവത്തിലൂടെ ജീവിതം തിരികെ പിടിക്കുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ട ഒരാവശ്യം ഒരു മനുഷ്യനും വരാൻ പാടില്ല. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ കേരള സമൂഹത്തിൽ 92% ഹിന്ദുക്കൾ ആത്മഹത്യ ചെയ്യുന്നു, 7% ക്രിസ്ത്യാനികൾ ആത്മഹത്യ ചെയ്യുന്നു, 1% മുസ്ലിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ പ്രവണത കാണിക്കുന്നത് ആരാ? ഹിന്ദുക്കളാണ്. അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കും? ഹിന്ദു മതത്തിന്റെ. അതിന്റെ കാരണം ഹൈന്ദവർക്ക്, ഹിന്ദുക്കൾ എന്ന് പറയുന്നവർക്ക് ഈശ്വരവിശ്വാസം തീരെയില്ല. മറ്റവർക്ക് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും അവർക്കൊരു ഈശ്വരവിശ്വാസമുണ്ട്. അപ്പൊ ഈശ്വരവിശ്വാസം വരുമ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈശ്വരൻ നമ്മളെ രക്ഷിക്കും എന്ന ഒരു വിശ്വാസം അവർക്കുണ്ടാകും. അപ്പൊ അതുകൊണ്ട് അവര് അകലെ കാണുന്ന ഒരു വെളിച്ചത്തെ നോക്കിയുള്ളൊരു യാത്ര ഉണ്ടാകും. ഹൈന്ദവർക്കോ ഒന്നിലും ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ജീവിതം വ്യർത്ഥമെന്ന് തോന്നുന്ന ആ ഒരു നിമിഷത്തിൽ അവർ അവസാനിപ്പിക്കും. അപ്പൊ അതാണ് നമ്മുടെ ഹൈന്ദവത്തിന്റെ പരാജയം. അപ്പൊ യഥാർത്ഥ ഹൈന്ദവത്തിലോ എത്രയോ അമൂല്യങ്ങളായ രത്നങ്ങൾ കിടക്കുന്നു. അപ്പൊ അതൊന്നും സാധാരണക്കാരായ ജനങ്ങൾ, പ്രബുദ്ധരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുകയും പ്രബുദ്ധത ഇല്ലാത്തതയുമാകുന്ന ജനങ്ങൾ, അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഗണപതി ഹോമം സ്വയം ഭവനങ്ങളിൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ കൊറോണ കാലഘട്ടം ഒരു തിരിച്ചറിവിൻ്റെ കാലഘട്ടം കൂടിയാണ്. കാരണം പലർക്കും ഈ ജ്യോതിഷം എന്നാൽ ഒരു തട്ടിപ്പ് ശാസ്ത്രം, അതായത് ചിലരുടെ ഒരു കുലത്തൊഴിൽ, എല്ലാവരും ഒരു തൊഴിൽ ചെയ്യുന്നു, അതേപോലെ ഒരു തൊഴിൽ എന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. നമ്മൾ അറിയേണ്ടത് ജ്യോതിഷം ആരുടെയും കുലത്തൊഴിലല്ല. ഈശ്വരേച്ഛയിൽ മഹർഷിമാർ അവരുടെ കണ്ടുപിടുത്തങ്ങളിലൂടെ കൊണ്ടുവന്ന് തന്നിരിക്കുന്ന മണ്ടത്തര ശാസ്ത്രമെന്നും അന്ധവിശ്വാസ ജടിലമെന്നും നമ്മളെ പറ്റിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മറ്റുള്ളവർ നിഷിക്കുന്ന ഈ മഹാശാസ്ത്രത്തിലൂടെ മാത്രമേ നമുക്ക് ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കുള്ളൂ. താഴേക്ക് പോയാൽ തിരികെ വലിച്ചു കയറ്റണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയൊരു കയറ് തന്നെയാണ് ഈ ജ്യോതിഷ മഹാശാസ്ത്രം. അപ്പം നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ സ്വയം ഗണപതി ഹോമം ചെയ്യുമ്പോൾ ഒരടി പൊക്കമുള്ള ഒരു ഗണപതി വിഗ്രഹം ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഇല്ലെങ്കിൽ ഒരടി പൊക്കമുള്ള ഒരു കരിങ്കൽ വെച്ച് ചെയ്യാം, കാരണം ഒരു പ്രതീകമായിട്ട്. പിന്നെ ഒരു സാധാരണ ഒരു മൺചട്ടി, ഇത്തിരി വട്ടമുള്ള ഒരു മൺചട്ടി. അപ്പം ചിലർ, നമ്മളിങ്ങനെ എളുപ്പത്തിന് പറയാറുണ്ട് മീൻചട്ടി എന്ന് പറയും. അപ്പം ചിലർ അതിനതിരൂക്ഷമായിട്ട് വിമർശിച്ചു, മീൻചട്ടിയിൽ ഗണപതി ഹോമം ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ നമ്മൾ മീൻ വെച്ചാൽ മാത്രമേ അത് മീൻചട്ടി ആവുള്ളൂ, ഉള്ളിക്കറി വെച്ചാൽ ഉള്ളിച്ചട്ടി. അപ്പം അത് ഉപയോഗിക്കുന്ന ഉപയോഗം പോലെയായിരിക്കും അതിൻ്റെ വ്യത്യസ്തത വരുന്നത്. അപ്പം അങ്ങനെ ഒരു ഉരുളി പോലത്തെ ചെറിയ, നമ്മൾ സാധാരണ വീട്ടിൽ കറി വെക്കാൻ ഉപയോഗിക്കുന്ന പരന്ന ഒരു ചട്ടി. അപ്പൊ ആ ചട്ടിയാണ് നമ്മുടെ ഹോമം. അതിനകത്ത് കുറച്ച് മണൽ, ആറ്റുമണൽ കിട്ടുമെങ്കിൽ ഇടാം, ഗ്രാവിൽ വേണ്ട, ഇല്ലെങ്കിൽ ഒന്നും ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കിട്ടുന്നവർ ആ രീതിയിൽ ചെയ്യുക. പിന്നീട് ഒരു കൊട്ട തേങ്ങ എടുക്കുക. കൊട്ട തേങ്ങ എന്ന് പറഞ്ഞാൽ വെള്ളം വറ്റി ഉണങ്ങിയത്. അപ്പൊ അത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അടുത്ത് മില്ലുകളുണ്ടെങ്കിൽ അവിടെ തൂക്കം വാങ്ങിക്കാം. അപ്പൊ 2 മുറി ഒരു തേങ്ങയായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതെല്ലാം ഗൾഫ് നാടുകളിലൊക്കെ കൊട്ടത്തേങ്ങ പാക്കറ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ഗൾഫ് അറബി നാടുകളിലാണ് ഈ കൊട്ടത്തേങ്ങ. അപ്പോൾ അവിടെ എന്തിനു വേണ്ടിയായിരിക്കും? അവിടെ എല്ലാം ഗണപതി ഹോമം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു പാക്കറ്റിലുള്ളത് ഒരു നാളികേരമായിട്ട് കണക്കാക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഇഷ്ടംപോലെ കിട്ടുന്നതുകൊണ്ട് ഒരു നാളികേരം 21 കഷ്ണമാക്കുക. എന്നിട്ട് ഓരോ കഷ്ണവും നമ്മൾ 5 തിരി വിളക്ക് വെച്ച് ഭഗവാന്റെ മുമ്പിൽ സങ്കല്പിച്ച് 5 തിരി, ഇടത്ത് വശത്താണ് വിളക്ക് വെക്കേണ്ടത്, വിളക്ക് വെച്ച് ഈ ചട്ടിയിൽ ചിരട്ട തല്ലിപ്പൊടിച്ചിട്ട് കർപ്പൂരമിട്ട് കത്തിച്ച് നമുക്കതിന് ആദ്യം കത്ത് പിടിപ്പിക്കാം. ഇനി ചിരട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൊട്ടത്തേങ്ങ നല്ല ഉണങ്ങിയതാണെങ്കിൽ കർപ്പൂരമിട്ട് കത്തിച്ച് ചെയ്ത് ഓരോന്ന് നെയ്യിൽ മുക്കി ഹോമിക്കുമ്പോൾ അത് തന്നെ കത്തിക്കൊള്ളും. അപ്പോൾ നറുനെയ്യ് കിട്ടുകയാണെങ്കിൽ അത്ര നല്ലതില്ലെങ്കിൽ കിട്ടുന്ന നെയ്യ് ഉപയോഗിക്കുക.
ഓരോ കഷണവും ഹോമിക്കുമ്പോൾ ഓം നമോ ഭഗവതേ ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഈ മന്ത്രം ഓരോ പ്രാവശ്യം ഹോമിക്കുമ്പോഴും ഓരോന്നിട്ട് ഹോമിക്കുക. കുടുംബത്തിലുള്ള ഒരാൾക്ക് വേണ്ടി ചെയ്യാം, ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്കും വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ആ ഹോമകുണ്ടം കത്തിത്തീരുന്നവരെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാം. ഭഗവാന് നിങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയില്ല, ഒരു നിവൃത്തിയാക്കി തരണം. അതേപോലെ തന്നെ 18 ചെറുനാരങ്ങ വാഴനാര് കിട്ടുമെങ്കിൽ വാഴനാരിൽ കോർക്കുക, ഇല്ലെങ്കിൽ വെള്ള നൂലിൽ കോർക്കുക. എന്നിട്ട് നമ്മൾ ആ വെച്ചിരിക്കുന്ന വിഗ്രഹം ഉണ്ടെങ്കിൽ വിഗ്രഹത്തിൽ ചാർത്താം, ഇല്ലെങ്കിൽ ആ കല്ല് ഭഗവാന്റെ രൂപമായിട്ട് സങ്കല്പിച്ച് ചാർത്താം. എന്നിട്ട് വേണം ഈ ഹോമം നടത്തേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസത്തിൽ 3 ദിവസം ചെയ്യാം. ഇത് തന്നെ ഇവിടുന്ന് ഏലസ് വാങ്ങിച്ചാണ് ആളുകളാണെങ്കിൽ 7 ദിവസം ചെയ്യണം. കാരണം നമ്മളിത് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും ഒരു സംശയം, 7 എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ ഒരു മാസം ചെയ്യുള്ളൂ, പിന്നീട് ചെയ്യില്ല. അപ്പം നമ്മൾ പറയുന്നത് എല്ലാ മാസവും ചെയ്യണം. അങ്ങനെ നമുക്ക് ഏലസ് വാങ്ങിച്ച ആളുകൾക്കാണെങ്കിൽ 1.5 വർഷം വരെ ആ ഏലസിന് അതിൻ്റെ ഗുണം കാണിക്കും. കൃത്യമായിട്ട് അവനവൻ്റെ വീട്ടിൽ അവരവർ സ്വയം ചെയ്യുന്ന ഹോമത്തിനായിരിക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തി. അല്ലാതെ പൂരിക്ക് ചെയ്യുന്നതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഗണപതിയെ നമ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം നെയ്യ് കോരി ഒഴിക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ ധ്യാനമന്ത്രം 21 പ്രാവശ്യം ചൊല്ലി ഓരോ പ്രാവശ്യവും ഓരോ കഷ്ണം. ഈ നാളികേരം മുറിക്കുമ്പോൾ ഒരു കാരണവശാലും 21, 22 ആവുമല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് 51ലേക്ക് പോകണം. പച്ചത്തേങ്ങ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മളത് ദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതിനൊക്കെ വളരെ ചിട്ടയോടുകൂടി, അത്രയും നിഷ്ഠയോടുകൂടിയൊക്കെ ചെയ്താൽ 100% നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഹൈന്ദവത്തിൽ ഇത്രയും ക്രിസ്ത്യാനികളും മുസ്ലിമുകളും എല്ലാം ഈ ഹോമം ചെയ്യുന്നുണ്ട് അവരവരുടെ വീടുകളിൽ. ഇത് തന്നെ നമുക്ക് UAE നിന്നൊക്കെ അവർ ഭാര്യയും ഭർത്താവിൻ്റെ റൂമിൽ ഹോമം നടത്തുന്ന വീഡിയോ തന്നെ അയച്ചു തന്നു. അപ്പം അതൊക്കെ അറിയുക. നമ്മൾ ഹിന്ദുക്കൾ മടിച്ചു നിൽക്കുന്നു. ജീവിതം ഏത് രീതിയിലും തിരികെ പിടിക്കണമെന്ന് വാശിയിലുള്ള മനുഷ്യർ, അവർ ക്രിസ്ത്യാനിയായാലും ശരി മുസ്ലിം ആയാലും ശരി, അവർ വാശിയോടുകൂടി ആർജവത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. നമ്മൾ ഹൈന്ദവർ ഇതെല്ലാം തട്ടിപ്പ്, അന്ധവിശ്വാസം, അല്ലെങ്കിൽ ഇന്നാൾ ചെയ്യണം, മീൻ ചട്ടിയാണ്, തേങ്ങാച്ചട്ടി എന്നൊക്കെ പറയുമ്പോൾ പകച്ചു പോകാണ്. നമ്മൾ പകയ്ക്കണെന്തിനാ? ഇത് തന്നെ വീടുകളിൽ സ്ത്രീകൾ ഗണപതി ഹോമം ചെയ്യുമ്പോൾ ഭർത്താവിൻ്റെ സ്മോളടി പറയും. കാരണം ഭാര്യ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും? മദ്യപാനം കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കുടിക്കാൻ പറ്റാണ്ടാവുമ്പോൾ പുള്ളി എന്ത് ചെയ്യും? പിന്നെ രാത്രി വന്നിട്ട് ബഹളമായിരിക്കും, മന്ത്രവാദം ചെയ്തു എന്ന് പറയും. അപ്പം അങ്ങനെ കേട്ട് കഴിയുമ്പോൾ തന്നെ ഹൈന്ദവർക്കുള്ളൊരു കുഴപ്പം എന്താ? നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്നത് പോലും മോശമെന്ന് ധരിക്കുന്ന ഒരുപാട് ഹിന്ദുക്കളുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ജീവിക്കണം. നമ്മളറിയുക, ഈശ്വര വഴി എപ്പോഴും റിസൾട്ട് കിട്ടും, അല്ലാതെ ഒരിക്കലും നമ്മളെ വട്ടം ചിരിക്കുന്ന ഒരു വഴിയല്ല. ഇത് തന്നെ ആ ഹോമം നടത്തേണ്ട സമയം രാവിലെ 5 മണി മുതൽ നമുക്ക് 11 മണി വരെ നടത്താം. അല്ലെങ്കിൽ വൈകിട്ട് സന്ധ്യയ്ക്ക് സന്ധ്യാവിളക്ക് കൊളുത്തിയതിന് ശേഷം വൈകിട്ട് 9 മണി വരെ നടത്താം. ഇപ്പൊ ഇവിടെ ചിലർ പറയുന്നുണ്ട്, ഞാനിവിടെ ഹൈന്ദവം മൊത്തം മലമറിച്ചിട്ടു, രാത്രി ഗണപതി ഹോമം നടത്താൻ പറഞ്ഞു. തട്ടിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, ഗണപതി ഭഗവാന്റെ രൂപം എന്താ? ഗണപതി ഭഗവാന്റെ രൂപം ആനയുടെ രൂപം. അപ്പൊ ആനയ്ക്ക് ഭക്ഷണത്തിന് വല്ല സമയക്രമം ഉണ്ടോ? നിങ്ങൾ അത് മാത്രം ആലോചിച്ചാൽ മതി. അതായത് ഗണപതി ഹോമത്തിന് ഇന്ന സമയം എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് തിരിച്ചറിയുക. അവർ പറയും 3 മണിക്ക് നടത്തണം, അല്ലെങ്കിൽ 5 മണിക്ക് മുമ്പ് നടത്തണം. അതിന്റെ കാരണം എന്തായിരിക്കും? പണ്ട് കാലങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ, ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തവർ മാത്രമായിരുന്നു ഗണപതി ഹോമം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ക്ഷേത്ര പൂജയ്ക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഗണപതി ഹോമം നടത്തണം, അതിനുശേഷം പോയി ക്ഷേത്രത്തിൽ പൂജ നടത്തണം. അതിനുണ്ടാക്കിയ ഒരു സൂത്രം നമ്മളെപ്പോഴും അറിയുക, 5 മണി മുതൽ 11 മണി വരെ ദുർഗായാമത്തിലാണ് ഗണപതി ഹോമം നടത്തേണ്ടത്. അല്ലാതെ ഇവർ പറയുന്ന പോലെ സമയക്രമം ഒന്നുമില്ല. നമ്മളത് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ജ്യോതിഷം എപ്പോഴും യുക്തി ചിന്തയിലൂടെ മാത്രമേ കടന്നു പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പലരും എതിർക്കുന്നത്. നമ്മളിവിടെ ആഢ്യത്വമുള്ള അടയാളങ്ങൾ, നൂലും കോണകം, അതിനെല്ലാം എതിരാണ്. കാരണം ഈശ്വരൻ്റെ മുമ്പിൽ ഈ അടയാളത്തിന് യാതൊരു പ്രസക്തിയുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ സ്വയം ഗണപതി ഹോമം ചെയ്ത് റിസൾട്ട് കിട്ടുമ്പോൾ ഈ പറയുന്ന അടയാളം അവിടെ വരുന്നുണ്ടോ? അത് മാത്രം ആലോചിച്ചാൽ മതി. ഇന്നത്തെ സെഗ്മെന്റിലും സാറ് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് പറഞ്ഞത്. ഈ ഒരു അവസ്ഥയിൽ ഒരു മഹാമാരി വന്നിരിക്കുമ്പോൾ നമ്മൾക്ക് അമ്പലങ്ങളിലൊന്നും ക്ഷേത്രങ്ങളിലൊന്നും പോയിട്ട് നമ്മൾക്ക് ഈ ഒരു ഗണപതി ഹോമം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് പോയി ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ മുടങ്ങിയിട്ടുണ്ടാവും അമ്പലങ്ങളിലൊന്നും പോവാതെ. അപ്പോൾ സാറൊരു വളരെ എന്താ പറയുക പ്രയോജനമായിട്ടുള്ളൊരു സെഗ്മെൻറ്റ് തന്നെ ആയിരിക്കും ഈ ഒരു സെഗ്മെൻറ്റ്. എല്ലാവർക്കും വീട്ടിലെല്ലാവരും അത് പരീക്ഷിച്ച് നോക്കുക, ചെയ്തു നോക്കുക, അതിൻ്റെ ഫലപ്രാപ്തി കിട്ടും. അപ്പോൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, കൗമുദി TV, ലേഡീസ് അവർ, പേട്ട, തിരുവനന്തപുരം.